രാവിലെ നമ്മൾ ഫാമിലിയായിട്ടൊരു ചെറിയൊരു യാത്രയാണ്. നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം രാവിലെ തന്നെ നമ്മൾ തിരുവനന്തപുരം നോർത്തിൽ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ട്രെയിനിപ്പം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഒറ്റ പോക്കാണ്. കൊട്ടാരക്കരയാണ് കേട്ടോ. കൊട്ടാരക്കര തലവൂര് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. വാളിയനും ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ കുറച്ച് നല്ല എന്തു പറയാൻ കാണാൻ കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് കാണാം. അങ്ങനെ തിരുവനന്തപുരം നോർത്തിനെ നമ്മളങ്ങനെ വിട പറയുകയാണ്. തിരുവനന്തപുരം നോർത്തിൻ്റെ ബോർഡാണ് നമ്മൾ കണ്ടത്. തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇപ്പം പുതിയ പേരിലാണ് ഇപ്പം എല്ലാം എഴുതിയിരിക്കുന്നത്. തിരുവനന്തപുരം നോർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ട്രെയിനിൽ അങ്ങനെ ഒരു രാവിലെയുള്ളൊരു സഞ്ചാരമാണ്. അപ്പോൾ എല്ലാവരും ചെറിയ രീതിയിൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. ട്രെയിൻ ഇടയ്ക്ക് ഒക്കെ കുറച്ച് ഡിലേ ആണ്. അപ്പോൾ വേറെ ട്രെയിനൊക്കെ വരണമുണ്ട്. ഇപ്പം നിർത്തിയിട്ടേക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് കേട്ടോ. കാര്യം ആര്യങ്കാവ് ചെങ്കോട്ട ആ ഭാഗത്തുകൂടി ഇങ്ങനെ കാട്ടിൻ്റെ നടുവിലൂടെ ചുറ്റിക്കറങ്ങി കുറേ ടണലൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്ന ഒരു ട്രെയിനാണ്. നമ്മൾ ഏകദേശം അങ്ങറ്റം വരെ ഇല്ല, ഇടയ്ക്ക് വെച്ച് ഇറങ്ങും. എന്നാലും ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെങ്കോട്ട ഭാഗത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വൈബ് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഋഷിക്കുട്ടൻ, അതേപോലെ കൃഷ്ണനുണ്ണി, അതേപോലെ ഉണ്ണികൃഷ്ണൻ എല്ലാവരും ഹാപ്പി മുള്ളാണ് ഇരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ട്രെയിൻ നിർത്തിയിട്ടേക്കുകയാണ്. അങ്ങനെ ട്രെയിൻ എടുത്തു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കൊട്ടാരക്കര തലവൂർ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ഗ്രാമീണ ഭംഗി നിറഞ്ഞൊരു സ്ഥലത്തേക്കുള്ള മനോഹരമായ കാഴ്ചയാണ്. രാവിലത്തെ ഒരു ഉറക്ക ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. അപ്പം പിള്ളേരൊന്നും ഇത്ര രാവിലെ കഴിക്കില്ല. അതിൻ്റെ ഒരു ക്ഷീണ യാത്രയിലുണ്ട്. അങ്ങനെ ഒരു എൻജോയ് മൂഡിൽ, ക്ഷീണം ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു എൻജോയ് മൂഡിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല ഒരു ട്രെയിനിലൂടെയുള്ള പുറം കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ആര്യങ്കാവിലോട്ട് പോകുന്ന ആ ഒരു റൂട്ടാണ്. അപ്പോൾ അതിലുപരി നമുക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് അല്ലാതെ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊട്ടാരക്കര എന്നൊക്കെയുള്ളൊരു സ്ഥലത്ത് വന്ന് വിറകടുപ്പിലുള്ള ചായയും വടയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകാറുണ്ട്. നല്ലൊരു ഗ്രാമീണ ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. കേക്ക് കൊട്ടാരക്കര കേക്കാണ് കേട്ടോ ഈ ഭാഗത്തുള്ള. നല്ല ഈ വിറകടുപ്പിൽ തയ്യാറാക്കിയ ചായയാണ് നമ്മളിങ്ങനെ കുടിക്കൊണ്ടിരിക്കുന്നത്. ചായ കുടിച്ചല്ലേ? 35 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളവിടെ ഇങ്ങനെയായിരുന്നു കേട്ടോ. നമ്മളിപ്പം കണ്ട ആ ഒരു റെയിൽവേ പാത ആര്യങ്കാവ് ചെങ്കോട്ട ഭാഗത്തോട്ട് പോകണ നല്ല കിടിലം റെയിൽവേ പാതയാണ് കേട്ടോ അത്. കടയൊക്കെ നമ്മൾ കാണുമ്പോൾ ഏകദേശം 1980, 75, 80 കാലഘട്ടങ്ങളൊക്കെ ഓർക്കുന്ന രീതിയിലുള്ള കടയും ആ ഒരു രീതിയൊക്കെയാണ് ഇവിടെ. അപ്പോൾ അങ്ങനെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ നിന്നതിന് ശേഷം ഒരു വണ്ടി കിട്ടി. അങ്ങനെ ആ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രണ്ട് സൈഡിലുള്ള ആ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. വളരെ നമ്മൾ ഒരു പഴക്കമുള്ള ഒരു സ്ഥലത്തുകൂടി യാത്ര ചെയ്യുന്നൊരു ഫീലാണ് അതിൽ നിന്ന് കിട്ടുന്നത്. എല്ലാവരും ബാക്കിൽ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ അതിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഏതാ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു എന്ത് പറയാൻ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആ ഒരു ക്ഷേത്രത്തിന്റെ ഇതൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ കയറി വരണതാണ്. ഇപ്പം നമ്മൾ കണ്ട ഒരു ചെറിയൊരു പീടിക കണ്ട ഒരു കട, അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കാണാൻ പറ്റില്ല. അതൊക്കെ ഇത് കണക്കുള്ള നല്ലൊരു റൂറൽ മേഖലയിലോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ഗ്രാമീണ ഭംഗി, പാടം, കൃഷികൾ ഒക്കെ ഇങ്ങനെ
വഴിയോര കാഴ്ചകൾ ഒരുപാടുണ്ട്. അങ്ങനെ പിന്നെ അതെല്ലാം മാറി വരുമ്പോൾ പിന്നെ റബ്ബർ മരങ്ങൾ അതങ്ങനെയുള്ള വഴികളുടെ ഇടയിലൂടെയുള്ള ഒരു ചെറിയ പാതയാണ് ഈ ഒരു യാത്രയ്ക്കായി നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏകദേശം നമ്മളിപ്പം ചായ കുടിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാനുണ്ട്. പിന്നെ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ പങ്കുവയ്ക്കാം. രാവിലെ ആയിട്ട് നല്ല തിരക്ക് കുറവാണ്. നടൻ അവിടെ നിൽപ്പുണ്ട്, നടനെ കണ്ടു. അങ്ങനെ പാടശേഖരത്തിലൂടെ അങ്ങനെ നടന്ന് പന്നി കടിച്ച് മുറിച്ചിട്ടിട്ട് പോയി കുറേ ചേമ്പും ചേനയൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തുള്ള നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് അതാണ് നമ്മൾ എൻ്റെ കയ്യിരിക്കുന്നത്. ഇനി കുറേ ഇങ്ങനെ തോണ്ടിയെടുക്കാനൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചയുണ്ട്. അതേപോലെ പിള്ളേരൊക്കെ ഇതിനകത്ത് എവിടെയാണ് നിൽക്കുകയാണ് കേട്ടോ, തോട്ടത്തിനകത്ത് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര കാട് കണക്കാണ് കിടക്കുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ ഒരു ഭാഗത്താണ് പിള്ളേരൊക്കെ നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ കൃഷി സ്ഥലത്തോട്ടൊക്കെ ഇറങ്ങി അവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. വെള്ളം ഒഴുകി അങ്ങ് പോകുന്നുണ്ട്. ഇനിയിപ്പം മാർച്ചൊക്കെ ആകുമ്പോഴല്ലേ സീസായി. ഒരു വർഷം കഴിഞ്ഞ വർഷം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്രാവശ്യം കഴിച്ചിട്ടില്ല. അങ്ങനെ എത്ര കണ്ടാലും മതി വരാത്ത കുറേ കാഴ്ചകളാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടെ കപ്പലിൻ്റെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പന്നിയുടെ ശല്യം ഒരുപാടുണ്ട്. പന്നി ഈ ഭാഗത്താണുള്ളതെന്നാണ് പറയുന്നത്. ഇതെല്ലാം അളിയൻ നോക്കി നടത്തുന്ന സ്ഥലങ്ങളാണ്. അളിയൻ നോക്കി നടത്തുന്നതാണ്. അപ്പോൾ ഇവിടെ പന്നി വന്ന് എപ്പോഴും കൃഷി നാശം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മളെ കണ്ട് ചേമ്പൊക്കെ കടിച്ച് മുറിച്ചൊക്കെ ഇട്ടേക്കുന്നത് ഇതാ കിടക്കണം. കണ്ടോ? ഇതിന്റെയൊക്കെ ഇരട്ടിയുള്ളത് കിട്ടേണ്ടത്. വരണം. വൈഫ് അനിയത്തി കേട്ട് അവിടെ നടന്നു വരുന്നു പിള്ളേരെല്ലാമായിട്ട്. പിള്ളേർക്കൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. ഒരു ഫോറസ്റ്റിനകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും ഫോറസ്റ്റ് തന്നെയാണിത്.
ഋഷി ശരി എവിടെ പോയത് നിങ്ങള്? കാട്ടി പോയാ? ശോ അങ്ങനെ പാടശേഖരത്തിലൂടെ അങ്ങനെ നടന്ന് പന്നി കടിച്ച് മുറിച്ചിട്ടിട്ട് പോയി കുറെ ചേമ്പും ചേനയൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തുള്ള നമ്മളിങ്ങനെ മുറിച്ചെടുത്ത് അതാണ് നമ്മൾ എൻ്റെ കയ്യിരിക്കുന്നത്. ഋഷി വള്ളിക്കാട് കാല് വരുന്നു. അപ്പോൾ ഈ വാഴയുടെ കൂമ്പുണ്ടല്ലോ, കൂമ്പ്. അപ്പോൾ അതാ ഈ കൊലയിൽ നിന്ന് പളയെ ഒടിച്ച് താഴെ വെച്ചേക്കാണ്. ഇനി അടുത്ത വേറൊരു സെക്ഷൻ ആയിരിക്കട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം നിന്നത് അതിൻ്റെ മുകളിലാണ്. ഇനി അടുത്തതാ താഴോട്ട്. പന്നിയുള്ളത് ഇതിനകത്താണ് കേട്ടോ, ഈ താഴോട്ട്. ഇതിനകത്തോട്ട് ഇപ്പം കൃഷി ചെയ്യാനൊന്നും ആരും ഇറങ്ങുന്നില്ല. ഇങ്ങനെ തന്നെ കണ്ട മരങ്ങളെല്ലാം തന്നെത്താനെ പൊടിച്ച് ഒരു കാടായി കിടക്കുകയാണ്. അപ്പോഴൊക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് കാണാം. എങ്ങനെയുണ്ട് നമ്മളെ ഒരു നാട്ടിൻ പുറം കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതേപോലെ നല്ലൊരു കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓക്കെ.